Hi all, welcome to the third class based on the economics chapter, money and credit. നമ്മൾ കഴിഞ്ഞ ക്ലാസ് ഡിസ്കസ് ചെയ്ത മെയിൻ ടോപ്പിക്ക് ടു ഡിഫറെൻറ്റ് ക്രെഡിറ്റ് സിറ്റുവേഷൻ ആയിരുന്നു. അതായത് ഫോർമൽ സെക്ടർ ക്രെഡിറ്റും അതുപോലെ ഇൻഫോർമൽ സെക്ടർ ക്രെഡിറ്റും. അപ്പോൾ നമ്മൾ ആ ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു രണ്ടിനും തമ്മിലുള്ള ഡിഫറൻസ് എന്താണുള്ളത്. ഇനി നമുക്ക് ഇതിനോട് കണക്ട് ചെയ്ത് വരുന്ന മറ്റൊരു ടോപ്പിക്കാണ് നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക്കായി വരുന്നത്. ഇത് നമുക്കൊരു ക്വസ്റ്റ്യൻ ഫോമിൽ നോക്കാം. അതായത് സാധാരണ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ കൂടിയാണത്. ദ ക്രെഡിറ്റ് ആക്ടിവിറ്റീസ് ഓഫ് ദ ഇൻഫോർമൽ സെക്ടർ ഷുഡ് ബി ഡിസ്കറേജ്ഡ്. വൈ? അപ്പോൾ നിങ്ങൾക്ക് അതിന് ആൻസർ മുമ്പ് തന്നെ കിട്ടിയിട്ടുണ്ടായിരിക്കും. കാരണം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ രണ്ട് ടേബിളായി ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ നമ്മൾ കണ്ടു രണ്ടിൻ്റെയും ഫീച്ചേഴ്സ് എന്താണെന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ നിങ്ങൾക്ക് ആ ടേബിൾ തന്നെ കുറച്ചൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. ബട്ട് സ്റ്റിൽ നമുക്ക് നോക്കാം, പോയിന്റ് വൈസ് നോക്കാം. പോയിന്റ് നമ്പർ 1 ഇത് പറയും ഇങ്ങനെയാണ്: നമ്മൾ ഇൻഫോർമൽ സെക്ടേഴ്സിലെ ആക്ടിവിറ്റീസ് എന്തുകൊണ്ട് നമ്മൾ ഡിസ്കറേജ് ചെയ്യണം. അതിൻ്റെ ഫസ്റ്റ് പോയിന്റ് ഓർ ഫസ്റ്റ് റീസൺ, ദ ഇൻഫോർമൽ സെക്ടർ ചാർജസ് ഹൈ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഇൻ കമ്പാരിസൺ ടു ദി ഇൻട്രസ്റ്റ് ഇൻ ദി ഫോർമൽ സെക്ടർ. നമ്മൾ കഴിഞ്ഞ ക്ലാസ് കണ്ട അതേ പോയിന്റ് തന്നെയാണ്. അതായത് ഇൻഫോർമൽ സെക്ടറിലെ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് ഫോർമൽ സെക്ടേഴ്സിനേക്കാൾ ഒരുപാട് കൂടുതലായിരിക്കും. ഓർമ്മ ഉണ്ടാവും വിചാരിക്കുന്നു. ഫോർമൽ സെക്ടർ എന്ന് പറയുന്നത് മെയിനായിട്ടും ബാങ്കാണ്. ഇൻഫോർമൽ സെക്ടർ ഒരുപാട് കാര്യം വരുന്നുണ്ട്. മണി ലെൻഡേഴ്സ് വരുന്നുണ്ട്, അതുപോലെ ഫ്രണ്ട്സ്, റിലേറ്റീവ്സ് എല്ലാം വരുന്നുണ്ട്. ഓക്കെ, ഇനി സെക്കൻഡ് പോയിന്റ്, ദ കോസ്റ്റ് ദ ബോറോവർ ബിക്കംസ് മച്ച് ഹയർ ദാറ്റ് ലീഡ്സ് ടു ലെസ് ഇൻകം. ആൾസോ ദ ബോറോവേഴ്സ് മേ ബിക്കം ദ വിക്ടിം ടു ഡെപ്റ്റ് ട്രാപ്പ്. ഇതും ഫസ്റ്റ് പോയിന്റ് മറ്റൊരു വേർഷൻ തന്നെയാണ്. കാരണം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇൻഫോർമൽ സെക്ടറിൽ നിന്നാണ് നമ്മൾ ക്രെഡിറ്റ് എടുക്കുന്നതെങ്കിൽ നമ്മൾ കുറച്ച് കഴിയുന്തോറും ഗ്രാജുവലി നമ്മൾ ആ ഡെപ്റ്റ് ട്രാപ്പിൻ്റെ ഇതിൻ്റെ ഒരു വിക്റ്റിമായി മാറും. കാരണം നമ്മൾ നേരത്തെ ഈ പോയിന്റിൽ കണ്ടു, ഇവിടെ ഹൈ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ് വരുന്നത്. സോ അത് നമ്മളെ ഗ്രാജുവലി നമ്മുടെ നമ്മുടെ ഇൻകൊക്കെ മെല്ലെ മെല്ലെ കുറഞ്ഞ ലെസ് ഇൻകായിട്ട് മാറും. മാത്രമല്ല നമ്മൾ അവസാനം ഡെപ്റ്റ് ട്രാപ്പ്, അതായത് കടക്കണിയിൽ പെട്ടു പോകും. നിങ്ങൾ പേപ്പറിലൊക്കെ വായിച്ചിട്ടുണ്ടായിരിക്കും, കടക്കണി മൂലം ആത്മഹത്യ ചെയ്യുന്നതൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതിൻ്റെ ഒരു റീസൺ ചിലപ്പോൾ ഇതായിരിക്കാം. അവർ മണി ലെൻഡേഴ്സിന് കൂടുതലായിട്ട് ഡിപ്പെൻഡ് ചെയ്യുമ്പോൾ അവരുടെ കയ്യിലുള്ള പൈസ ഒക്കെ കൂടുതലും ഇൻട്രസ്റ്റ് റേറ്റ് ആയിട്ട് അടയ്ക്കാൻ തന്നെ ഒരുപാട് പൈസ വേണ്ടി വരുന്നുണ്ട്. ഓക്കെ, ഇനി അതാണ് പോയിന്റ് നമ്പർ 2. പോയിന്റ് നമ്പർ 3, ദർ ഈസ് നോ ഓർഗനൈസേഷൻ ഹിയർ ടു സൂപ്പർവൈസ് ഇറ്റ്സ് ലെൻഡിങ് ആക്ടിവിറ്റീസ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ് കണ്ടത് തന്നെയാണ്. ഇൻഫോർമൽ സെക്ടർ ആക്ടിവിറ്റീസെ സൂപ്പർവൈസ് ചെയ്യാനോ മോണിറ്റർ ചെയ്യാനോ ഒരു ഓർഗനൈസേഷൻ അവിടെ ഇല്ല. എന്നാൽ ഫോർമൽ സെക്ടർ ക്രെഡിറ്റിൻ്റെ കാര്യമാണെങ്കിൽ അവിടെ ഒരു ഓർഗനൈസേഷൻ വരുന്നുണ്ട്. അതാണ് RBI, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. അപ്പോൾ ഒരു ഓർഗനൈസേഷൻ ഇവിടെ അവരെ മോണിറ്റർ ചെയ്യാൻ ഇല്ലാത്തതുകൊണ്ട് തന്നെ അവർക്ക് വേണ്ട രൂപത്തിൽ ആസ് പെർ ദേ വിഷ് ദേ ക്യാൻ ചാർജ് ദി ഇൻട്രസ്റ്റ്. അതാണ് അവിടുത്തെ ഒരു പ്രശ്നം. ഇനി ഫോർത്ത് പോയിന്റ്, ദിസ് ഡിസ്കറേജ് എക്കണോമിക് ഗ്രോത്ത് ഡ്യൂ ടു ഹൈ ഇൻട്രസ്റ്റ് റേറ്റ്സ് ഓഫ് ഫോർമൽ സോഴ്സ് ഓഫ് ക്രെഡിറ്റ്. പീപ്പിൾ ഹു മൈറ്റ് വിഷ് ടു സ്റ്റാർട്ട് എ എന്റർപ്രൈസ് ബൈ ബോറോയിങ് may not do so because of high cost of borrowing. വളരെ ഈസി ആയിട്ടുള്ള പോയിൻ്റാണ്. സെൻറ്റൻസ് കുറച്ച് ലോങ് ആയിരിക്കാം, ബട്ട് അതിൻ്റെ ആ ഒരു കോൺസെപ്റ്റ് വളരെ ഈസിയാണ്. അതായത് നമ്മൾ കൂടുതലായിട്ടും നമ്മൾ അടുത്തോട് പഠിക്കാൻ പോകുന്ന കാര്യം തന്നെയാണ്. നമ്മൾ എന്തിനാണ് ക്രെഡിറ്റ് എടുക്കുന്നത്? നമ്മൾ മിക്കവാറും ഒരു ക്രെഡിറ്റ് എടുക്കുന്നത് ടു സ്റ്റാർട്ട് എൻ എൻ്റർപ്രൈസ്. നമുക്കൊരു പുതിയൊരു എന്തെങ്കിലും ഒരു ബിസിനസ്സോ അല്ലെങ്കിൽ ഒരു ട്രേഡിങ് ആക്ടിവിറ്റി എന്തെങ്കിലും ഒരു സംഭവം തുടങ്ങാൻ വേണ്ടിയിട്ടായിരിക്കും. പക്ഷേ നമുക്കൊരിക്കലും അത് തുടങ്ങാൻ കഴിയില്ല. നമ്മൾ ഇൻഫോർമൽ സെക്ടറിൽ നിന്നാണ് ക്രെഡിറ്റ് എടുക്കുന്നതെങ്കിൽ നമുക്കൊരിക്കലും അത് കഴിയില്ല. കാരണം നേരത്തെ കണ്ടതുപോലെ നമുക്ക് ഒരുപാട് അവിടെ ബോറോയിൻ്റെ കോസ്റ്റ് കൂടുതലാണ്, ഇൻട്രസ്റ്റ് റേറ്റ് കൂടുതലാണ്. സോ ദിസ് ഡിസ്കറേജ് എക്കണോമിക് ഗ്രോത്ത്. നമ്മൾ എക്കണോമിക് ഗ്രോത്തിന് വേണ്ടിയിട്ടാണ് സാധാരണ ക്രെഡിറ്റ് എടുക്കുന്നത്. കാരണം ക്രെഡിറ്റ് എടുത്ത ആ ഒരു പൈസ കൊണ്ട് നമ്മളൊരു പുതിയ എൻ്റർപ്രൈസ് സ്റ്റാർട്ട് ചെയ്യാനായിരിക്കും പലരും ആഗ്രഹിക്കുന്നുണ്ടായിരിക്കുക. പക്ഷെ അതൊരിക്കലും കഴിയില്ല. കാരണം അവിടുത്തെ ഇൻട്രസ്റ്റ് റേറ്റ് വളരെ കൂടുതലാണ്. ഇനി ഫിഫ്ത്ത് ആൻഡ് ലാസ്റ്റ് പോയിന്റ്, taking loans from this sector is very risky also. When the credit pushes the borrower into a situation from where the recovery is painful. For example, in case of crop failure, small or marginal farmers have to sell a portion of land to repay the loan. ഇത് നമ്മൾ 1-2 പോയിന്റിൽ കണ്ടതിൻ്റെ മറ്റൊരു വേർഷൻ തന്നെയാണിത്. എന്തുകൊണ്ടാണ് ഇവിടുന്ന് ലോൺ എടുക്കുന്നത് റിസ്ക് ആണെന്ന് പറയാൻ കാരണം ഇവരുടെ അടുത്ത് നമ്മൾ ഒരു തവണയെങ്കിലും ഇഫ് യു ഫെയിൽ ടു റീപേ ദ ലോൺ, അവർ റിക്കവറി ചെയ്യാൻ ശ്രമിക്കും. ആ റിക്കവറി എന്ന് പറയുന്നത് നമ്മുടെ കയ്യിലുള്ള എന്ത് വസ്തുക്കളും തിരിച്ചെടുക്കാൻ ശ്രമിക്കും. അത് വളരെ പെയിൻഫുള്ളാണ്. ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ, ഒരു സ്മോൾ ഫാമർ ഉണ്ട് വിചാരിക്കുക. അൺഫോർച്ചുനേറ്റ്ലി ആ ഒരു സീനിൽ അദ്ദേഹത്തിന് ക്രോപ്പ് ഫെയിലിയർ ഫേസ് ചെയ്യേണ്ടി വന്നു. അതിന് ക്രോപ്പല്ല എന്തോ കാരണം കൊണ്ട്, ക്ലൈമറ്റ് ചേഞ്ച് ആവാം, അല്ലെങ്കിൽ പ്ലാന്റിനെ അഫക്റ്റ് ചെയ്യുന്ന ഡിസീസോ ആവാം, അത് കാരണം അത് നശിച്ചുപോയി. ബട്ട് സ്റ്റിൽ ഹി ഹാസ് ടു റീപേ ദ ലോൺ. അപ്പോൾ ആ ലോൺ റീപേ ചെയ്യാൻ വേണ്ടി ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ എല്ലാമായിട്ടുള്ള ലാൻഡ് തന്നെ സെൽ ചെയ്യേണ്ടി വരാം. ഫാമേഴ്സ് ഹാവ് ടു സെൽ എ പോർഷൻ ഓഫ് ദെയർ ലാൻഡ് ഫോർ വാട്ട്? ടു റീപേ ദ ലോൺ. അപ്പോൾ ഇവിടുന്ന്
ലോൺ എടുക്കുന്നത് വളരെ റിസ്ക്കിയുമാണ്. അപ്പോൾ ഈ ഒരു 5 പോയിന്റ് നമുക്ക് പറയാൻ പറ്റും. ഡെഫിനറ്റ്ലി വി ഹാവ് ടു ഡിസ്കറേജ് ദ ക്രെഡിറ്റ് ആക്ടിവിറ്റീസ് ഓഫ് ദി ഇൻഫോർമൽ സെക്ടർ. ഓക്കെ, നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഇന്നത്തെ രണ്ടാമത്തെ ടോപ്പിക്കാണ്. അത് നമുക്ക് ക്വസ്റ്റ്യൻ ഫോമിലാണ് ഡിസ്കസ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, അല്ലെങ്കിൽ ടോപ്പിക് ഇങ്ങനെയാണ്: വൈ ഈസ് ദർ എ ഗ്രേറ്റ് ഡിമാൻഡ് ഓഫ് ലോൺസ് ഓർ ക്രെഡിറ്റ്? അതായത് എന്തിനാണ് നമുക്ക് നേരത്തെ പറഞ്ഞ നമുക്ക് അടുത്ത ടോപ്പിക് ഡിസ്കസ് ചെയ്യാൻ ഇതാണെന്ന് പറഞ്ഞിരുന്നു. നമുക്ക് എന്തിനാണ് ഒരു ക്രെഡിറ്റ് അല്ലെങ്കിൽ ലോൺ ആവശ്യമായി വരുന്നത്? ഇത് നമുക്കൊരു 5 മാർക്ക് ക്വസ്റ്റിനായി ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റിനാണ്. 5 പോയിന്റ്സ് ഉണ്ട്, നമുക്ക് നോക്കാം ഓരോന്നായിട്ട്. ക്രെഡിറ്റ് പ്ലേസ് എ വൈറ്റൽ റോൾ ഇൻ മോഡേൺ ബിസിനസ്. എ ലാർജ് നമ്പർ ഓഫ് ട്രാൻസാക്ഷൻ ഇൻ അവർ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് ഇൻവോൾവ് ക്രെഡിറ്റ് ഇൻ സം ഫോമോ അനദർ. ഇത് പറയുന്നത് ഇന്നത്തെ ഒരു മോഡേൺ ഏജിൽ നമ്മുടെ ഒരുപാട് ട്രാൻസാക്ഷൻ നമ്മൾ ക്രെഡിറ്റിനെ ബേസ് കൊണ്ടാണ് ചെയ്യുന്നത്. കാരണം നമ്മുടെ ഒന്നിനല്ലെങ്കിൽ മറ്റൊന്നിന് നമ്മൾ ക്രെഡിറ്റ് എടുക്കേണ്ടത്. ചിലപ്പോൾ ഒരു വെഹിക്കിൾ വാങ്ങുന്നതിനാവാം, വെഹിക്കിൾ ലോൺസ് അവൈലബിൾ, ഓർ എഡ്യൂക്കേഷൻ ലോൺസ് ആർ അവൈലബിൾ, ഹോം ലോൺസ്, അങ്ങനെ ഒരുപാട് ലോൺസ് ഫെസിലിറ്റീസ് അവൈലബിൾ ആണ് ഇന്നത്തെ ഒരു ഏജിൽ. അപ്പോൾ നമുക്ക് ഡേ ടു ഡേ ആക്ടിവിറ്റീസ് നമ്മൾ ഒരുപാട് ലോൺ എടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ ക്രെഡിറ്റ് എടുക്കുന്നുണ്ട്. അതാണ് അതിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ്. ഇനി രണ്ടാമത്തെ പേർപ്പസ്: ദ ക്രെഡിറ്റ് ഹെൽപ്പ് ദ എന്റർപ്രൂണർ ടു മീറ്റ് ദ ഓൺഗോയിങ് എക്സ്പെൻസ് ഓഫ് പ്രൊഡക്ഷൻ, കംപ്ലീറ്റ് പ്രൊഡക്ഷൻ ഓൺ ടൈം ആൻഡ് ദെർബൈ ഇൻക്രീസിങ് ഏർണിംഗ്. ഈ പോയിന്റ് നമ്മൾ മുമ്പ് പറഞ്ഞ ടോപ്പിക്കിലെ ഈ പോയിന്റുമായിട്ട് കണക്ട് ചെയ്ത് വരുന്നതാണ്. നമ്മൾ 4ാമത്തെ ഡിസ്കസ് ചെയ്തതായിരുന്നു. മെയിനായിട്ട് ആളുകൾ ലോൺ എടുക്കുന്നത് എന്തെങ്കിലും ടു സ്റ്റാർട്ട് ആൻ എൻ്റർപ്രൈസ്, എന്തെങ്കിലും ഒരു പുതിയ എൻ്റർപ്രൈസ് സ്റ്റാർട്ട് ചെയ്യാനായിരിക്കും. അതിനാണ് ഇവിടെയും വരുന്നത്. ദ ക്രെഡിറ്റ് ഹെൽപ്പ് ദ എന്റർപ്രൂണർ. ഈ പുതുതായിട്ടൊരു ബിസിനസ് തുടങ്ങുന്ന ആളാണ് എന്റർപ്രൂണർ. എങ്ങനെയൊക്കെ ആയിരിക്കാം ഈ ക്രെഡിറ്റ് അദ്ദേഹത്തെ ഹെൽപ്പ് ചെയ്യുക? ഒന്ന്, ടു മീറ്റ് ദ ഓൺഗോയിങ് എക്സ്പെൻസ് ഓഫ് പ്രൊഡക്ഷൻ. നമുക്കറിയാം, പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഒരുപാട് എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു പ്രോസസ്സാണ്. ഒരുപാട് പൈസ ആവശ്യം വരും പല സ്റ്റേജിലും. അപ്പോൾ അതിനാണ് ആ പ്രൊഡക്ഷൻ, അതിൻ്റെ എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ലോൺ എടുക്കുന്നത്. 2, കംപ്ലീറ്റ് പ്രൊഡക്ഷൻ ഓൺ ടൈം. ഒരു പ്രൊഡ്യൂസറെ സംബന്ധിച്ചിടത്തോളം ഹി ഹാസ് ടു കംപ്ലീറ്റ് പ്രൊഡക്ഷൻ ഓൺ ടൈം. ആ ഓരോന്നും ടൈം ഉണ്ടായിരിക്കും. ആ ടൈമിൽ ആ പ്രൊഡക്ഷൻ കംപ്ലീറ്റ് ചെയ്തിരിക്കണം. അതിനൊക്കെ ലോൺ അത്യാവശ്യമാണ്. ആൻഡ് ദെർബൈ ഇൻക്രീസിങ് ഏർണിംഗ്. അതാണ് അതിൻ്റെ ഫൈനൽ ഔട്ട്പുട്ടായിട്ട് വരുന്നത്. എന്തായാലും അതിൻ്റെ മെയിൻ എയിം എന്ന് പറയുന്നത് അദ്ദേഹത്തിന് പ്രോഫിറ്റ് കിട്ടുക എന്നുള്ളത് തന്നെ ആയിരിക്കുമല്ലോ. അപ്പോൾ ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് ഒരു എന്റർപ്രൂണർ ലോൺ എടുക്കുന്നത്. ഇനി 3ാമത്തെ പോയിന്റ്: ദ ക്രെഡിറ്റ് ഹെൽപ്സ് ഇൻ എസ്റ്റാബ്ലിഷിംഗ് ന്യൂ ഇൻഡസ്ട്രീസ് ഓർ ട്രേഡ് ഇൻ ഗുഡ്സ്. ഇത് നമുക്ക് മറ്റു രീതിയിലും ക്രെഡിറ്റ് ഉപയോഗിക്കാം. പുതിയ ഇൻഡസ്ട്രി സെറ്റപ്പ് ചെയ്യാൻ, അല്ലെങ്കിൽ ഒരു ട്രേഡ് എക്സ്പോർട്ട് ചെയ്യാനൊക്കെ നമുക്ക് ക്രെഡിറ്റ് എടുക്കേണ്ട ആവശ്യം വരും. 4ാമത്തെ പോയിന്റാണ്: ഇഫ് ക്രെഡിറ്റ് ഈസ് അവൈലബിൾ ടു ദ പുവർ പീപ്പിൾ ഓൺ റീസണബിൾ ടേംസ് ആൻഡ് കണ്ടീഷൻ. ഇപ്പോൾ നമ്മൾ ഇതുവരെ പറഞ്ഞതെല്ലാം പുവർ പീപ്പിളിൻ്റെ കാര്യമായിരുന്നില്ല. കുറച്ചൊക്കെ ക്യാഷ് ഉള്ള ആളുകൾ എന്തിനാണ് കുറച്ചുകൂടെ ക്രെഡിറ്റ് എടുക്കുന്നതാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അവർക്ക് പുതിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനായിരിക്കാം. എന്നാൽ പുവർ പീപ്പിളും ക്രെഡിറ്റ് എടുക്കേണ്ട ആവശ്യം വരാറുണ്ട്. എന്തിനാണ്? ദേ ക്യാൻ ഇംപ്രൂവ് ദെയർ എക്കണോമിക് കണ്ടീഷൻ, വിച്ച് ഇൻ ടേൺ വിൽ ഹെൽപ്പ് ദം ടു ഹാവ് എ ബെറ്റർ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്. അപ്പോൾ ഈ പുവർ പീപ്പിളിനെ സംബന്ധിച്ചിടത്തോളം, ആസ് ഫാർ ആസ് പുവർ പീപ്പിൾ ഈസ് കൺസിഡർ, അവർക്കിനോ ബേസിക് ഫെസിലിറ്റീസ് പോലും അവർക്ക് ഉണ്ടായിരിക്കില്ല. ഹോം, അതുപോലെ ഫുഡ്, അതുപോലെ ചില ബേസിക് ഫെസിലിറ്റീസ് അവർക്ക് ഉണ്ടായിരിക്കില്ല. അപ്പോൾ അതൊക്കെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ ലോൺ എടുക്കുന്നത്, അല്ലാതെ പുതിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനോ ഒന്നുമല്ല. അതാണ് ഈ സെൻറ്റൻസ് പറയുന്നത് എന്തിനാണ് പുവർ പീപ്പിളിന് ക്രെഡിറ്റ് ആവശ്യമെന്നാണ് പറയുന്നത്. ആൻഡ് ലാസ്റ്റ് പോയിന്റ്: ഇറ്റ് ഹെൽപ്സ് ഇൻ ഇൻക്രീസിങ് എക്കണോമിക് ആക്ടിവിറ്റീസ് ഓഫ് ദ ബോറോവേഴ്സ്. ഈ 5ാമത്തെ പോയിന്റ് എന്ന് പറയുന്ന സത്യത്തിൽ ഈ 4 പോയിൻ്റ് ഒരു സമ്മറിയാണ്. നമ്മൾ പല ആവശ്യം ലോൺ എടുക്കുന്നുണ്ടായിരിക്കാം. ചുരുക്കി പറഞ്ഞാൽ, ഇൻ ഷോർട്ട്, നമ്മൾ ഈ ലോൺ എടുക്കുന്ന എല്ലാം ഒരു പുതിയ എക്കണോമിക് ആക്ടിവിറ്റി സ്റ്റാർട്ട് ചെയ്യാനാണെന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഈ ലോൺ കൊണ്ട് ചെയ്യുന്ന ആക്ടിവിറ്റീസ് ഒക്കെ നമ്മുടെ എക്കണോമിക് ഗ്രോത്തിന്, നമ്മുടെ മാത്രമല്ല നമ്മുടെ എക്കണോമിക് ഗ്രോത്തിൻ്റെ കൂടെ കൺട്രിയുടെ എക്കണോമിക് ഗ്രോത്തിന് കൂടെ നല്ലതാണെന്നാണ് പറയുന്നത്. സോ അപ്പോൾ ഇത്രയാണ് നമ്മുടെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനുള്ള പോയിന്റ്സ്. ക്ലാസ് യൂസ്ഫുൾ ആണെങ്കിൽ തീർച്ചയായിട്ടും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യണം. എല്ലാവരുടെയും സപ്പോർട്ട് കൂടി നമുക്ക് ഉടൻ തന്നെ എല്ലാ ടോപ്പിക്സും എല്ലാ ചാപ്റ്റേഴ്സും കംപ്ലീറ്റ് ചെയ്യാൻ ട്രൈ ചെയ്യാം. താങ്ക്സ് ഫോർ വാച്ചിങ്.